മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഉപഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതി ജഡ്ജി പിന്മാറി. ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് പിന്മാറിയത്. ഹർജി ജസ്റ്റിസ് പി.ജി. അജിത് കുമാർ അധ്യക്ഷനായ ബെഞ്ച് പിന്നീട് പരിഗണിക്കും. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഏത് സാഹചര്യത്തിലാണ് ഈ ഉപഹർജി പരിഗണിക്കുന്നതിനും ജസ്റ്റിസ് എ ബദറുദ്ദീൻ പിന്മാറിയത്? സുരേഷ്, മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ അതിജീവിത ഹൈക്കോടതി മുൻപാകെ ഉപഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഉപഹർജി പരിഗണിക്കുന്നതിൽ നിന്നാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് പിന്മാറിയിട്ടുള്ളത്. പക്ഷേ കാരണം വ്യക്തമല്ല. ഇനി ഈ ഹർജി പരിഗണിക്കുക ജസ്റ്റിസ് പി.ജി. അജിത് കുമാർ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചായിരിക്കും. അത് പിന്നീട് പരിഗണിക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും അതിജീവിതയുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് തന്റെ ഭാഗം കേൾക്കാതെയാണ്, മാത്രവുമല്ല പോലീസിന്റെ അടക്കം സഹായം തേടാതെയാണ് ജില്ലാ ജഡ്ജി അന്വേഷണം നടത്തിക്കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് തള്ളണം. മാത്രവുമല്ല ഒരു കൃത്യമായിട്ടുള്ള ഒരു പക്ഷപാതരഹിതമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥനെ കൊണ്ട്, പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് നടത്തണമെന്നുള്ള ആവശ്യവും ഈ ഉപഹർജിയിൽ അതിജീവിത ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ 3 തവണയാണ് ഈ മെമ്മറി കാർഡ് അനധികൃതമായിട്ട് പരിശോധിക്കപ്പെട്ടതെന്ന് കണ്ടെത്തിയിരുന്നു. ജില്ലാ ജഡ്ജി അധ്യക്ഷയായിട്ടുള്ള അല്ലെങ്കിൽ ജില്ലാ ജഡ്ജി നടത്തിയ അന്വേഷണത്തിലാണ് ഈ 3 തവണ പരിശോധിക്കപ്പെട്ടു മെമ്മറി കാർഡ് എന്നുള്ള വിവരം പുറത്തു വന്നത്. നേരത്തെ തന്നെ FSL റിപ്പോർട്ടിലടക്കം ഇത് വ്യക്തമായിരുന്നു. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിലായിരുന്നു ഈ മെമ്മറി കാർഡ് അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് തുറക്കപ്പെട്ടു എന്ന വ്യക്തത വന്നത്. തുടർന്ന് അതിജീവിത തന്നെ ഹൈക്കോടതിയിൽ ഉപഹർജി സമർപ്പിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയായിരുന്നു. എന്തായാലും ഈ അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നുള്ളതാണ് ആവശ്യം. 2018-ലും 2021-ലുമാണ് 3 തവണ ഈ നടി ആക്രമിച്ച കേസിലെ പ്രധാന തൊണ്ടി മുതലായിട്ടുള്ള മെമ്മറി കാർഡ് കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ തുറക്കപ്പെട്ടത്. ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള പക്ഷപാതരഹിതമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് നടിയുടെ ആവശ്യം. എന്തായാലും ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഈ ഉപഹർജി പരിഗണിക്കുന്നതിൽ നിന്നും നിലവിൽ പിന്മാറിയിട്ടുള്ളത്. ഇനി ജസ്റ്റിസ് പി.ജി. അജിത് കുമാറിന്റെ ബെഞ്ചായിരിക്കും പിന്നീട് ഈ ഹർജി വീണ്ടും പരിഗണിക്കുക. ശരി, രേഷ്മയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.